വാമപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. നെക്ക് സ്ട്രെച്ച് ചെയ്യാം. ചില ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് കഴിഞ്ഞ 3 ദിവസങ്ങളായി നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കാതെ വന്നത്. അത്തരം സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഡേയ്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത മറ്റു വീഡിയോസ് നിങ്ങൾക്ക് ഫോളോ ചെയ്തുകൊണ്ട് വർക്കൗട്ടുകൾ ചെയ്യാവുന്നതാണ്. ഷോൾഡർ റൊട്ടേഷൻ, ഹിപ്പ് റൊട്ടേറ്റ് ചെയ്യാം. ആംഗിൾ റൊട്ടേഷൻ, ഫോർവേഡ് ലെഗ് കിക്ക്, സൈഡ് ലെഗ് റൈസ്, wide leg toe touch and back stretching. ആദ്യമായി പവർ ജാക്സ്, വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട വർക്കൗട്ടാണിത്. കാർഡിയോവാസ്കുലർ ഫിറ്റ്നസ് ഇംപ്രൂവ് ചെയ്യുന്ന ഈ എക്സസൈസ് ഫാറ്റ് ബേൺ ചെയ്യുവാനും ലെഗ് പവർ ഇംപ്രൂവ് ചെയ്യുവാനും കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്യുവാനും സഹായിക്കും. ഇരിക്കുമ്പോൾ ഇൻഹെയിൽ, ജമ്പ് ചെയ്യുമ്പോൾ എക്സെയിൽ ചെയ്തുകൊണ്ട് ഈ എക്സസൈസ് റിപ്പീറ്റ് ചെയ്യുക. തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് കൂടുതൽ പെർഫെക്ഷനിൽ ചെയ്യുവാൻ സാധിക്കും. നമ്മൾ ആദ്യമായി ചെയ്യുന്ന ഈ എക്സസൈസ് വളരെയധികം ശ്രദ്ധയോടുകൂടി നിങ്ങൾക്ക് സാധിക്കുന്ന റെപ്സ് മാത്രം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാം. അടുത്തതായി മമ്മി കിക്സ്. കാർഡിയോവാസ്കുലർ ഫിറ്റ്നസ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന മറ്റൊരു എക്സസൈസ് ആണിത്. എജിലിറ്റി ബൂസ്റ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ കലോറി ബേൺ ചെയ്യുന്ന ഈ എക്സസൈസ് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുക. ഈ എക്സസൈസ് എൻഡ്യൂറൻസ് ഇൻക്രീസ് ചെയ്യുവാനും സഹായിക്കും. ഏകദേശം 1 മിനിറ്റ് മുതൽ 1.5 മിനിറ്റ് വരെ എക്സസൈസ് ചെയ്യുക. അടുത്തതായി സ്റ്റാൻഡിംഗ് സൂപ്പർമാൻ. ബാക്ക് മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യുക, പോസ്ചർ ഇംപ്രൂവ് ചെയ്യുക, ലോവർ ബാക്ക് പെയിൻ കുറയ്ക്കുക, കോർ സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യുക, മൊബിലിറ്റി ഫ്ലെക്സിബിലിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നിങ്ങനെയുള്ള നിരവധി ഗുണങ്ങൾ ഈ എക്സസൈസ് വഴി ലഭിക്കും. ഏകദേശം 2 മിനിറ്റോളം ഇരുകാലുകളും മാറി മാറി സാധിക്കുന്നിടത്തോളം സമയം ഹോൾഡ് ചെയ്തുകൊണ്ട് ഈ വർക്കൗട്ട് ചെയ്യുവാൻ പരിശ്രമിക്കുക. അടുത്തതായി ഹൈ നീസ്.
കാർഡിയോവാസ്കുലർ ഇമ്പ്രൂവ് ചെയ്യുവാനും കൂടുതൽ കലോറി ബേൺ ചെയ്തുകൊണ്ട് ഫാറ്റ് കുറയ്ക്കുവാനും സഹായിക്കുന്ന എക്സസൈസാണിത്. അതോടൊപ്പം നമ്മുടെ ക്വാഡ്രൈസെപ്സ്, ഹാംസ്ട്രിങ്സ്, ഗ്ലൂട്സ്, കാഫ്, കോർ എന്നിവയെ സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യുന്നു. അടുത്തതായി ബേർഡ് ഡോഗ് എക്സസൈസ് ചെയ്യാം. കോർ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യുന്ന ഈ വർക്കൗട്ട് ഗ്ലൂട്സ്, ബാക്ക് എന്നിവയെ സ്ട്രെങ്തൻ ചെയ്യുകയും ബാലൻസ്, പോസ്ചർ, സ്പൈനൽ സ്റ്റെബിലിറ്റി എന്നിവ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു. അടുത്തതായി പ്ലാങ്ക്. കൂടുതൽ സമയം ഹോൾഡ് ചെയ്തുകൊണ്ട് ഈ എക്സസൈസ് ചെയ്യുവാൻ പരിശ്രമിക്കുക. ലോവർ ബാക്ക് പെയിൻ കുറയ്ക്കാനും സഹായിക്കുന്ന വർക്കൗട്ടാണിത്. അടുത്തതായി ബ്രിഡ്ജ് പോസ്. ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലോവർ ബാക്ക് കൂടുതൽ ആർച്ച് ചെയ്യാതെ ശ്രദ്ധിക്കുക. അതോടൊപ്പം നിങ്ങളുടെ ഗ്ലൂട്സ്, അതായത് നിങ്ങളുടെ ബട്ടക്സ് സ്ക്യൂസ് ചെയ്തുകൊണ്ട് ഈ എക്സസൈസ് ചെയ്യുക. ഏകദേശം 5 മുതൽ 10 റെപ്സിൻ്റെ സെറ്റുകളായി ചെയ്യുക. അവസാനമായി നമുക്ക് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. 2 മിനിറ്റോളം സമയം ബ്രീത്തിങ് എക്സസൈസിനായി ചെലവഴിക്കുക. നന്നായി ഡീപ്പ് ബ്രെത്ത് എടുത്തുകൊണ്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് സാവധാനം എക്സേൽ ചെയ്യുക.
സ്ട്രെച്ചിങ് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ വർക്കൗട്ടുകൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ചെസ്റ്റ് നന്നായി സ്ട്രെച്ച് ചെയ്യുക. ഷോൾഡർ സ്ട്രെച്ച് ചെയ്യാം. ട്രൈസെപ്സ് സ്ട്രെച്ച് ചെയ്യാം. ബൈസെപ്സ് ആൻഡ് ഫോർആം. ക്വാഡ്രൈസെപ്സ് സ്ട്രെച്ച് ചെയ്യാം. ഹാംസ്ട്രിങ്സ് ആൻഡ് കാവ് സ്ട്രെച്ചിങ്.